നെന്മാറയിലെ സിറ്റിംഗ് എംഎൽഎ കെ ബാബുവിനെതിരെ വ്യാജ വാർത്തകളുമായി മാധ്യമങ്ങൾ. എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിമതനായി മത്സരിക്കുമെന്നായിരുന്നു വ്യാജ വാർത്ത. വാർത്ത തള്ളിയ കെ ബാബു തനിക്ക് പാർട്ടിയാണെല്ലാമെന്നും വ്യക്തമാക്കി. പാർട്ടി അനുമതിയോടെ മകന്റെ ആവശ്യവുമായി ബംഗളൂരുവിൽ പോയ സാഹചര്യത്തിലാണ് വ്യാജ വാർത്ത ഉണ്ടായതെന്ന് ബാബു കുറ്റപ്പെടുത്തി. തലയെടുപ്പുള്ള ആരെയും സ്ഥാനാർത്ഥികളാക്കാൻ കിട്ടാത്തതിനാൽ കോൺഗ്രസ് നേതാക്കൾ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ നെന്മാറ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ടേം വ്യവസ്ഥയനുസരിച്ച് സിറ്റിംഗ് MLA-മാരെ മാറ്റി പകരം പുതിയ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം നിയമസഭയിലേക്ക് നിയോഗിച്ചത്. ഇതുപ്രകാരം പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ നെന്മാറയിൽ വിമത നീക്കമെന്ന മാധ്യമങ്ങൾ വാർത്ത നൽകി. 10 വർഷം MLA ആയിരുന്ന കെ ബാബുവിനെ മണ്ഡലത്തിലെ പ്രചാരണത്തിൽ കണ്ടില്ലെന്നും ചില മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ അനുമതിയോടെ മകന്റെ അഡ്മിഷനായി ബാംഗ്ലൂരിൽ പോയിരിക്കുകയായിരുന്ന ബാബു വ്യാജ വാർത്തയോട് അതിരൂക്ഷമായാണ് പ്രതികരിച്ചത്. വോട്ടെടുപ്പ് തീയതി സംബന്ധിച്ച് ദില്ലിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നത് അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി നടത്തിയ ഐതിഹാസികമായ പ്രചാരണ തുടക്കത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നാളെ ബാംഗ്ലൂരിൽ നിന്നും മടങ്ങിയെത്തിയ ഉടൻ പ്രചാരണത്തിന് നേതൃത്വം നൽകും. ബാംഗ്ലൂരിൽ കുടുംബസമേതം നിൽക്കുന്ന ഫോട്ടോയും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. പാർട്ടി തീരുമാനപ്രകാരം അതാത് സ്ഥലങ്ങളിൽ റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ റോഡ് ഷോയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്ത് ചെയ്തു, രാവിലെ മകന്റെ ഒരു അഡ്മിഷനും കാര്യമൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലേക്ക് കുടുംബസമേതം വന്നു. അപ്പൊ പിന്നെ ആളുകൾ ഇത് കാണാനില്ല എന്നുള്ളതാക്കി. ഇപ്പൊ രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ല, നിങ്ങള് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വിളിച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോ ആരെയും കണ്ടിട്ടില്ല, അങ്ങനെ തൊട്ട് ആഗ്രഹവും എനിക്കില്ല. മറ്റൊരു തീരുമാനത്തിലേക്കോ എന്റെ പാർട്ടിക്ക് അപ്പുറത്തേക്കോ ഇടതുപക്ഷ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്കോ പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ആരോടും അങ്ങനെ ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. കെ ബാബുവിനെതിരായ വ്യാജ പ്രചാരണം പാലക്കാടെ പാർട്ടി പ്രവർത്തകരെയും ഞെട്ടിച്ചു. തലയെടുപ്പുള്ള നേതാക്കളെ ലഭിക്കാത്തതിനാൽ കോൺഗ്രസ് നേതാക്കൾ വ്യാജ വാർത്ത സൃഷ്ടിച്ച മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, അത് തെറ്റായ പ്രചരണങ്ങളാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. മകന്റെ ആവശ്യത്തിന് ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പോയാൽ പോലും അതിനെ തെറ്റായി ചിത്രീകരിക്കുന്ന രീതി ഇനിയെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് അവസാനിപ്പിക്കണം. അത്തരത്തിലെ ഒരു തീരുമാനവും അങ്ങനത്തെ ഒരു നിലപാടും സഖാബ് ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ഒരിക്കലും സാധ്യമല്ല. കോൺഗ്രസിന് പാലക്കാട് ജില്ലയിൽ ഒരു എടുപ്പുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതല്ലേ കോൺഗ്രസിന്റെ ദാരിദ്ര്യം, സ്ഥാനാർത്ഥി ദാരിദ്ര്യം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും നെന്മാറയിലെ ഇടതുപക്ഷ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ പ്രേമൻ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി. അടുത്ത ദിവസം തന്നെ കെ ബാബു പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമാകും.